ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി എത്തുന്നത്. അപ്പോൾ ഒരു ഈസി സ്നാക്ക് റെസിപ്പി ആയേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കേണ്ട കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എല്ലാവർക്കും അല്ലേ, സ്നാക്കായിട്ട് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ഉഴുന്നുവട അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ വേഗം ഒരു ഉഴുന്നുവട, ഒരു ഇൻസ്റ്റൻറ്റ് ഉഴുന്നുവട റെസിപ്പിയാണെന്ന് വരുന്നത്. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ബാക്കി വന്ന ദോശമാവ് കൊണ്ട് നല്ല ക്രിസ്പി ഉഴുന്നുവട റെഡിയാക്കി എടുത്താലോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഉഴുന്നുവടയ്ക്ക് വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു പകുതി സവോളയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും. അപ്പോൾ നമുക്ക് സവോള ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഒരു 6-8 കൊച്ചുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അല്ലെങ്കിൽ ഒരു പകുതി സവോള മതിയായിരിക്കും. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇഞ്ചിയും ചെറുതായിട്ട് അരിയണം. പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ട് ഒരു പകുതി പച്ചമുളകെ അരിഞ്ഞെടുക്കുന്നുള്ളൂ. കാരണം കുഞ്ഞുങ്ങളൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് നമുക്ക് ബാക്കി കുരുമുളക് പൊടി ഇടാം, അതിൻ്റെ എരിയും കൂടെ മതിയായിരിക്കും. അപ്പോൾ ഒരു പകുതി പച്ചമുളക് കൂടാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് റവയൊന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ഉപ്പിനെക്കുറിച്ച് ഒത്തിരി വറീഡൊന്നും ആവണ്ട. നമുക്ക് ലാസ്റ്റിലെല്ലാം മിക്സ് ചെയ്തത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൂടി പോകുന്നൊന്നും പേടിക്കുകയൊന്നും വേണ്ട ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ. അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 കപ്പ് റവയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ വറുത്ത റവയൊന്നും ചേർക്കണമെന്നില്ല, സാധാ നമ്മുടെ നോർമൽ റവയാണെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് പരുവമെന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് നമുക്കിങ്ങനെ ഇളകി വരണം. ആ ഒരു പരുവം വരെ നമ്മൾ വിട്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ പാനിൽ നിന്ന് റവ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ആ ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആറി വരുന്ന സമയത്ത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സായി അതിന് ശേഷം നമ്മളതിലേക്ക് ദോശമാവാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ദോശമാവ് കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു പരുവാകുന്നിടം വരെ കുറേശ്ശെ നമ്മൾ ദോശമാവ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരു 3/4 കപ്പോളം, ഏകദേശം ഒരു 3/4 കപ്പോളം ദോശമാവ് നമുക്ക് വേണം ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ കണ്ടോ, ഇങ്ങനെ കയ്യിൽ ഉരുട്ടിയിട്ട് നമ്മൾ ഒരു കീഴത്തെ നടുക്കൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്നത് പറഞ്ഞു വരുന്നൊരു പരുവം, ആ പരുവം വരെയാണ് നമുക്ക് വേണ്ടത്. ഈ സമയത്ത് നമ്മൾ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലാണോ നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്നത് അതെടുക്കുക. ഒരു ലേശം വെള്ളം നമ്മുടെ കയ്യിലേട്ട് തേക്കണം. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ നമ്മുടെ മാവ് കയ്യിൽ ഒട്ടാതിരിക്കും. ഇതുപോലെ നമ്മൾ ഇച്ചിരി മാവ് കയ്യിലെടുത്ത് നമ്മുടെ കയ്യിലൊന്ന് പരത്തിയിട്ട് നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക. തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ വട ഇട്ട് കൊടുക്കുക. കണ്ടോ, നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും എണ്ണ നല്ല തിളച്ച എണ്ണയാണ്. ആ സമയത്ത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ വടയിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. വീണ്ടും നമ്മുടെ കയ്യിൽ വെള്ളം ഒന്ന് പറ്റിക്കുക. അതിനുശേഷം കുറച്ച് മാവെടുക്കുക, നടുക്ക് ഹോളിടുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡൊന്ന് മൊരിയുന്നിടം വരെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിടണം. തിരിച്ചിട്ടും അതുപോലെ നമ്മൾ 2 സൈഡിലും നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മൊരിവിൽ, ഒത്തിരി മൊരിഞ്ഞ് കിട്ടണ്ടാത്തവർക്ക് നേരത്തെ എടുക്കാം. അല്ല, നല്ല ക്രിസ്പി കളറിൽ വേണം, നല്ല മൊരിഞ്ഞ കളറിൽ വേണമെങ്കിൽ അങ്ങനെയാകാം. ഇടയ്ക്കൊന്ന് പകുതിയൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക.
പെട്ടെന്ന് തിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അപ്പം തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് നമ്മുടെ വടയൊന്ന് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ക്രിസ്പി വട ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. ഇതാ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിൻ്റെ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞോട്ട്. നല്ല ടേസ്റ്റി ആട്ടോ, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉഴുന്നുവട റെസിപ്പി ഇവിടെ തയ്യാറായിരിക്കും. നമുക്ക് മമ്മിക്കൊന്ന് കൊടുത്ത് നോക്കാം ട്രൈ ചെയ്യാനായിട്ട്. ആ ക്രഞ്ചി സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നോ? നല്ല സോഫ്റ്റ് അല്ലേ? സോഫ്റ്റ് അല്ലേ? അബിഗേൽ, ഡു യു ലൈക്ക് ഇറ്റ്? എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next video. Bye bye and love you all.